നമസ്കാരം. നെഹ്റു കുടുംബം എപ്പോഴൊക്കെ ഭാരതത്തിൽ ഭരണത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരുടെ പോളിസീസ് രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ? അതിൽ പ്രധാനി നെഹ്റുവാണ്. അദ്ദേഹം ഇട്ട ഫൗണ്ടേഷൻ പോളിസീസ് രാജ്യത്തിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. നെഹ്റുവിയൻ പോളിസീസിൽ നിന്നും രാജ്യം മാറി ചിന്തിച്ച രണ്ട് അവസരങ്ങൾ നമുക്കുണ്ട്. 90കളിലെ നരസിംഹറാവു ഗവൺമെന്റും 2014 ശേഷം അധികാരത്തിലെത്തിയ മോഡി ഗവൺമെന്റും. നാം ഇന്ന് അനുഭവിക്കുന്ന പല നന്മകൾക്കും നാം കടപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് മഹാന്മാരോടുമാണ്. കഴിഞ്ഞ 75 കൊല്ലമായിട്ട് നമ്മളെ ഒരു പട്ടിണി രാജ്യമായിട്ട് നിലനിർത്തുന്നതിൽ നെഹ്റുവിയൻ പോളിസീസിന്റെ സംഭാവന വളരെ വലുതാണ്. ഞാനിത് കുറെ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 2014 ശേഷം ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെല്ലാം ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് കാണുവാൻ സാധിക്കും. 2013 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച് 2014 ഭാരതത്തിലെ 33% ആൾക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു. 2023 കണക്കനുസരിച്ച് 4%. അതായത് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് 29% ആൾക്കാർ, 40 കോടി ആൾക്കാരെ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ മറ്റൊരു സംഭാവന 26 ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ദരിദ്രരുടെ ആകെ എണ്ണത്തിലും കൂടുതൽ ദരിദ്രരുള്ള 8 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. 2012 മെർസർ സർവേ പ്രകാരം ക്വാളിറ്റി ഓഫ് ലിവിംഗ്, അതായത് നല്ല ജീവിത സാഹചര്യമുള്ള ഒരൊറ്റ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരൊറ്റ ഇന്ത്യൻ സിറ്റി പോലും ഉണ്ടായിരുന്നില്ല. ഏറ്റവും വൃത്തിഹീനമായ 25 സിറ്റികളിൽ ഡൽഹിയും മുംബൈയും ഉണ്ടായിരുന്നു താനും. ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളിൽ 2 ഇന്ത്യയിലായിരുന്നു, സുഗിന്തയും വാപ്പിയും. ലോകത്തിലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളുടെ ലിസ്റ്റിൽ ഈ 2 സിറ്റിക്കും 3ഉം 4ഉം സ്ഥാനമായിരുന്നു. നമ്മൾ പരിശുദ്ധമായി കരുതുന്ന ഗംഗയടക്കമുള്ള നദികളിലെല്ലാം കുളിക്കുവാൻ പോലും കൊള്ളാത്ത രീതിയിൽ മലീമസമായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതുവരെ 50%-ലധികം ഇന്ത്യൻ ഗ്രാമങ്ങളിലും ശുദ്ധജലം ലഭിക്കുമായിരുന്നില്ല. ഏതാണ്ട് 2 ലക്ഷത്തോളം ആൾക്കാർ കുടിച്ചിരുന്നത് കെമിക്കലി കണ്ടാമിനേറ്റഡ് വെള്ളമായിരുന്നു. ഏതാണ്ട് 4 കോടി ആൾക്കാർ വെള്ളത്തിൽ കൂടി പകരുന്ന അസുഖങ്ങൾക്ക് വർഷാവർഷം ഇരയാകുമായിരുന്നു. രാജ്യത്തിലെ ചില ജില്ലകളിൽ ജനിക്കുന്ന കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള രോഗത്തിനും അടിമകളായിരുന്നു. കോളറ പോലുള്ള രോഗങ്ങൾ നമ്മളുടെ രാജ്യത്ത് സാധാരണമായിരുന്നു. 5 വയസ്സിന് താഴെയുള്ള 42% കുട്ടികളും അണ്ടർവെയ്റ്റ് ആയിരുന്നു. പ്രസവിച്ച അമ്മമാരുടെ സംരക്ഷണത്തിൽ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ 80 രാജ്യങ്ങളിൽ നമ്മൾ 76ാം സ്ഥാനത്തായിരുന്നു. അവർ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് വാസ് 46, അതായത് 1000 കുഞ്ഞുങ്ങളിൽ 46ഉം മരിക്കുകയായിരുന്നു. ഒരു വർഷം ഏതാണ്ട് 4 ലക്ഷം കുഞ്ഞുങ്ങളാണ് ജനിച്ച 24 മണിക്കൂറിനുള്ളിൽ മരിച്ചുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതുവരെ 53% വീടുകളിലും ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി ജൽ ജീവൻ പദ്ധതി നടപ്പാക്കുന്നതിനും വരെ 68% വീടുകളിലും ശുദ്ധജലം ഉണ്ടായിരുന്നില്ല. 39% ഇന്ത്യക്കാർക്കും അടച്ചുറപ്പുള്ള അടുക്കള ഉണ്ടായിരുന്നില്ല. മുറ്റത്തിരുന്നുകൊണ്ടായിരുന്നു അവർ പാചകം ചെയ്തിരുന്നത്. സ്ത്രീകളടക്കം തുറസായ സ്ഥലത്തായിരുന്നു മലമൂത്ര വിസർജനം നടത്തിയിരുന്നത്. ആഹാരം പാകം ചെയ്യുവാൻ വെള്ളമെടുക്കുവാൻ അവർക്ക് കിലോമീറ്ററോളം പോകേണ്ടി വന്നിരുന്നു. ഏതാണ്ട് 9 കോടിയിലധികം ആൾക്കാർ താമസിച്ചിരുന്നത് ചേരികളിലായിരുന്നു. ഇതാണ് സോഷ്യലിസ്റ്റ് കുടുംബാധിപത്യ നെഹ്റു ഭരണം ഭാരതത്തിന് നൽകിയത്. ഈ കുടുംബാധിപത്യത്തിന്റെ പിടിയിൽ നിന്നും രാജ്യം മുക്തമായതോടെ ഈ മേഖലകളിലെല്ലാം വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 90കളിലെ നരസിംഹറാവു ഗവൺമെന്റും ഭാരതത്തിന് പുതിയ ദിശാബോധം നൽകിയ ഗവൺമെന്റ് ആയിരുന്നു. നരസിംഹറാവുവിനെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു, പ്രണമിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.